ഹർഷേ, എന്റെ മക്കള് പറഞ്ഞിട്ട് നീ എന്നെ ജാമ്യത്തിൽ ഇറക്കിയതെങ്കിലും ഇവരിവിടെ എന്നെ ജീവിക്കാൻ വിടുന്നില്ല. ഇവിടുന്ന് നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ആന്റി, ആന്റി വണ്ടി കയറ്, നമുക്ക് പോകാം. നീ വാ ഹർഷേ, കേറ്. നീ അമ്മ എങ്ങോട്ട് കൊണ്ടുപോവാ? ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക്. ജാമ്യത്തിലിറങ്ങിയ ആഴ്ചയിൽ ഒരു ദിവസം അടുത്ത സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നൊരു ചടങ്ങുണ്ട്. അതിന് ആന്റിയെ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോവോ? കൊണ്ടുപോവോ? ആന്റി, ആന്റി കേറ്. അനു, ഞാൻ നിന്നോട് അക്കാര്യം മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. സോറി. ഇന്ദ്രേട്ടൻ ഹർഷയെ ഉപയോഗിച്ച് അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കിയ കാര്യം മാത്രമല്ലല്ലോ എന്നോട് മറച്ചു വെച്ചത്. ജയിലിൽ നിന്ന് അടിയുണ്ടാക്കിയ അമ്മ ഹോസ്പിറ്റലിലായപ്പോ അവിടെ പോയി അമ്മയെ കണ്ടതും രക്ഷിക്കാന്ന് വാക്ക് കൊടുത്തതും എന്നോട് പറഞ്ഞു. അതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നാവും ആലോചിക്കുന്നല്ലേ. ഇത് ചിലപ്പോ അച്ഛനായിരിക്കും നിന്നോട് പറഞ്ഞത്. ഇന്ദ്രേട്ടൻ അച്ഛനോട് ചോദിച്ചിട്ടാണ് അമ്മയെ കാണാൻ പോയത്? പോകുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് അച്ഛൻ അറിഞ്ഞപ്പോ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ അമ്മയെ പോയി കണ്ടുവന്ന് അച്ഛൻ എങ്ങനെ അറിയും? അച്ഛൻ അക്കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ദ്രേട്ടൻ. ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ അറിഞ്ഞത്. എന്നെ ഒഴിവാക്കണമെന്ന് അമ്മ ഇന്ദ്രേട്ടന്റെ മുഖത്തോക്കി പറഞ്ഞതും ഞാൻ അറിഞ്ഞു. ഞാനതെങ്ങനെ നിന്നോട് പറയാനോ? അതുകൊണ്ടാ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അനു അത് സമ്മതിച്ചില്ല. അനുവിനെ ഒഴിവാക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടും ഞാൻ ഹർഷയെ കൊണ്ട് അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് ഈ കുടുംബത്തെ വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു അനു. ഇന്ദ്രേട്ടാ, ഞാനത് വിശ്വസിച്ചോളാം. ഇനി മനസ്സിന്റെ അടിത്തട്ടില് മായാതെ കിടക്കുന്ന അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞാലും ഇന്ദ്രേട്ടനെ അതിന്റെ പേരിൽ ഞാൻ കുറ്റപ്പെടുത്തോ വെറുക്കോ ചെയ്യില്ല.
കാരണം അതിനേക്കാളൊക്കെ വലിയൊരു ചോദ്യത്തിന് ഉത്തരം എനിക്കിന്ന് കിട്ടി.